ഇന്നത്തേത് ജീവിതത്തിൽ ഏറ്റവും പ്രിയപ്പെട്ട സിനിമകളിൽ ഒരെണ്ണം ചിത്രീകരിച്ച സ്ഥലത്ത് താമസിച്ച കഥയാണ്. ജീവിതത്തിൽ എത്ര വട്ടം പോയാലും ഞങ്ങൾക്ക് മടുക്കാത്തതും മതിവരാത്തതുമായ മൂന്നാറിലാണ് ഈ സ്ഥലമുള്ളതും. അങ്ങനെ രാവിലെ തന്നെ എഴുന്നേറ്റ് തുർക്കിയയിൽ നിന്നും നിഷ്പ്രയാസം പറ്റിക്കപ്പെട്ട എന്റെ സ്വന്തം ഭാര്യ 4 കിലോ തേയിലയുടെ പൈസയ്ക്ക് മേടിച്ച് പോമഗ്രനേറ്റ് ചായയും കുടിച്ച്, അല്ല പുള്ളിക്കാരിയുടെ സന്തോഷത്തിന് വേണ്ടി കുടിച്ചു എന്ന് വരുത്തി തീർത്തിട്ട് കുപ്പായവും മാറ്റി മൂന്നാറിലേക്ക് ഇറങ്ങി. അങ്ങനെ ഏകദേശം 4 മണിക്കൂർ നീണ്ടുനിന്ന യാത്രയ്ക്കൊടുവിൽ വണ്ടി മൂന്നാറിലെത്തി. എവിടെ നിന്നുമാണെന്നറിയില്ല, ഞങ്ങളെ സ്വീകരിച്ചുകൊണ്ട് മഴയും സ്ഥലത്തെത്തി. അല്ലെങ്കിലും മഴയത്ത് മൂന്നാറിന് ഒരു പ്രത്യേക ഭംഗിയാണ്. പിണങ്ങിപ്പോയ ആരൊക്കെയോ തിരിച്ചു വരാറുള്ളത് പോലെ എവിടെയൊക്കെയോ മറഞ്ഞിരിക്കുന്ന കോട മഴ വന്നു എന്ന് അറിഞ്ഞാൽ അപ്പോ തന്നെ മൂന്നാറിലേക്ക് ചൊരിഞ്ഞിറങ്ങും. പറഞ്ഞു തീർന്നില്ല, മഴ ഞങ്ങൾക്കുള്ള സ്വീകരണവും നടത്തി അതിന്റെ പാട്ടിന് എങ്ങോട്ടോ പോയി. അതിന്റെ വിഷമത്തിൽ മൂന്നാർ വന്നാൽ നിർബന്ധമായും ചെയ്തിരിക്കേണ്ട ആചാരമായ കാരറ്റ് മേടിക്കലും നടത്തി നേരെ മൂന്നാറിലെ ഞങ്ങളുടെ താമസ സ്ഥലത്തേക്ക് തിരിച്ചു. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞു വന്ന ആ സ്ഥലം. ഒറ്റ നോട്ടത്തിൽ സിനിമ ഏതാണെന്ന് മനസ്സിലായവർ മാത്രം താഴെ സിനിമയുടെ പേര് കമന്റ് ചെയ്യണം കേട്ടോ. ഇനിയും മനസ്സിലാകാത്തവർക്ക് ഞാൻ പറഞ്ഞു തരാം. നമ്മൾ ഏവർക്കും പ്രിയപ്പെട്ട ലാൽ ജോസ് സാർ സംവിധാനം ചെയ്ത് എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ട കഥാപാത്രമായ ഡോക്ടർ രവി തരകനായി പൃഥ്വിരാജ് സുകുമാരൻ അഭിനയിച്ച് അയാളും ഞാനും തമ്മിൽ ചിത്രീകരിച്ചിരിക്കുന്നത് ഇവിടെയാണ്. കൃത്യമായി പറഞ്ഞാൽ സിനിമയിൽ കാണിക്കുന്നത് റിഡംഷൻ ഹോസ്പിറ്റലാണ് ഈ കാണുന്ന ലേ മോൺഫോർട്ട് റിസോർട്ടായി മാറിയിരിക്കുന്നത്. പിന്നെ നമ്മൾ ആരും മറക്കാൻ സാധ്യതയില്ലാത്ത അതേ സിനിമയിലെ തന്നെ ക്ലൈമാക്സിൽ രാജുവേട്ടൻ ഇരിക്കുന്ന ആ ബെഞ്ചും ഇന്നും അതുപോലെ തന്നെ ഇവിടെ കാണാൻ സാധിക്കും. റീക്രിയേറ്റ് ചെയ്യാനൊന്നും പറ്റിയില്ലെങ്കിലും ചിന്നുവിനെയും കൂട്ടി അല്പനേരം അവിടെ ഇരുന്ന് മൂന്നാറിന്റെ അതിമനോഹരമായ ഭംഗിയും ആസ്വദിച്ചിട്ട് നേരെ റൂമിലേക്ക് തിരിച്ചു. ഈ കാണുന്ന റൂമുകൾക്കുമുണ്ട് ഒരു പ്രത്യേകത. പണ്ടത്തെ ഒരു ബോർഡിംഗ് സ്കൂളും അതിന്റെ ക്ലാസ് മുറികളുമാണ് ഇന്ന് ഈ കാണുന്ന റൂമുകളായി മാറ്റിയെടുത്തിരിക്കുന്നത്. എന്താ അല്ലേ? ഇത്രയും നാൾ മൂന്നാറിലേക്ക് വന്നതിൽ എനിക്കേറെ ഇഷ്ടപ്പെട്ട റിസോർട്ടുകളിൽ ഒന്നായി ഇതിനോടകം ഇവിടെ മാറിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ നിങ്ങളും മൂന്നാറിലേക്ക് വരാൻ പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായും ഈ ലേ മോൺ ഫോർട്ടിൽ വന്ന് ഒരു ദിവസം താമസിച്ചു നോക്കുക. ഡോക്ടർ രവി തരകൻ ബാക്കി വെച്ചിട്ട് പോയ ഓർമ്മകളുടെ കൂട്ടത്തിൽ മറക്കാനാകാത്ത ചില ഓർമ്മകൾ നിങ്ങൾക്കും ഇവിടെ ഉണ്ടായേക്കാം. അപ്പോൾ അടുത്ത കഥയുമായി ഉടനെ തന്നെ വരാം. അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക, കൂടെ വിമർശനങ്ങളും. അപ്പോൾ എന്നാൽ അങ്ങനെ ആകട്ടെ.